إياك نعبد وإياك نستعين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم أوصل وبلغ منا ثواب قراءتنا وصلواتنا وسلامنا إلى حضرة النبي المصطفى صلى الله عليه وسلم إلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين. اللهم زدهم تعظيما وتشريفا وتكريما يا رب العالمين. اللهم وصل وبلغ منا ثواب قراءتنا وصلواتنا وسلامنا إلى حضرات أرواح أساتذتنا وأساتذة أساتذتنا مشايخنا مشايخ مشايخنا كلهم يا رب العالمين. سيما هذا شيخنا وإلى هذا الصحابي الذي سيدنا مازن رضي الله تعالى عنه وإلى هذا الشيخ سيما ولي الله المدوري قدس الله سره اللذيذ. اللهم زدهم تعظيما وتشريفا وتكريما يا رب العالمين. اللهم افرض علينا وعلى من تعلق بنا وعلى من اوصانا بالدعاء في وضعتهم واسرارهم يا رب العالمين. اللهم بحقهم بارك لنا في جميع امورنا سيما فيما نحن فيه بركة تامة كما باركت على عبادك الصالحين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا ولوالدينا ولاساتذتنا ولمن انتفعنا بعلومهم يا رب العالمين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. ربنا اغفر لنا ولوالدينا ولأساتذتنا ولمن دفعنا بعلومهم يا رب العالمين. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആന്റെ വേദി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മറ്റു ബന്ധുജനങ്ങൾ മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ ചർച്ചയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്, അതിന്റെ തഫ്സീറും ഇസ്തിആനത്തൊക്കെ പറഞ്ഞു. പിന്നെ അടുത്ത് വരുന്ന ആയത്ത്, അതാണ് ഫാത്തിഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത്. എന്നല്ല, സൂറത്തുൽ ഫാത്തിഹന്റെ ഒരു പേര് തന്നെ സൂറത്ത് തഅലീമുൽ മസ്അല, എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ചോദ്യമാണ് ഇനി ചോദിക്കാൻ പോകുന്നത്. ഈ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയാണ് ആമുഖം പറഞ്ഞതാണ്, ഇതുവരെയുള്ളതല്ല. അള്ളാഹുവിന്റെ പേരുകൊണ്ട് തുടങ്ങി, റബ്ബിനെ സ്തുതിച്ചു, അള്ളാഹുവിനെ സനാ ചെയ്തു, അള്ളാഹു താനെ പുകഴ്ത്തി പറഞ്ഞു. പിന്നെ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹുവിന്റെ വലിയ അളമത്ത്, അള്ളാഹു സുബ്ഹാനഹു മലിക്കിയുമിദ്ദീൻ, പ്രതിഫലനാളിന്റെ ഉടമസ്ഥനായ രാജാവായ അള്ളാഹുവാണ് അള്ളാഹ് എന്ന് അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ ഗാംഭീര്യം പറഞ്ഞ ശേഷം അടിമകളായ നമ്മളുടെ വിനീത വിധേയത്വം, നമ്മളുടെ വിനീതമായ ദാസ്യത്വം അത് പ്രഖ്യാപിച്ചു. നമ്മൾ ഇയ്യാക നഅ്ബുദു, അള്ളാഹുവെ നമ്മൾ നിന്നെ ആരാധിക്കുന്നവരാണ്, നിന്നോട് മാത്രം സഹായം തേടുന്നവരാണ് എന്നിങ്ങനെ നമ്മുടെ വിധേയത്വം അള്ളാഹുവിന് മുമ്പിൽ പ്രകടിപ്പിച്ച ശേഷം
പിന്നെ പറയുകയാണ്, അതാണ് ഇനി വെക്കുന്നതാണ് ദുആ. ഇനി വെക്കുന്ന ആ ദുആ ആണ്. ആ ദുആ നിർവഹിക്കാൻ വേണ്ടിയാണ് ഫാത്തിഹ ഇതുവരെ പറഞ്ഞത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന, അല്ലാഹുവേ ഞങ്ങളെ നീ ചേർത്തരണേ റബ്ബേ, ഞങ്ങളെ നീ കൂട്ടിത്തരണേ റബ്ബേ. അസ്സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ, ഋജുവായ വഴിയിൽ, ഋജുവായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ കൂട്ടിത്തരണേ റബ്ബേ. ദുആണ്. ഋജുവായ മാർഗത്തിലേക്ക്, ശരിയായ വഴിയിലേക്ക് ഞങ്ങളെ നീ കൂട്ടിച്ചേർത്ത് തരണേ എന്നുള്ള ഈ ദുആ, ഇതാണ് ഫാത്തിഹാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. അപ്പൊ ഈ ഒരു ദുആ നിർവഹിക്കാൻ വേണ്ടി വന്ന ആമുഖങ്ങളാണ് ഇതുവരെ പറഞ്ഞതല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഏറ്റവും വരിഷ്ഠമായ, ഏറ്റവും വിശിഷ്ടമായ ഒരു പ്രാർത്ഥന മുമ്പിൽ വെക്കുകയാണ്. അത് ഈ പ്രാർത്ഥനയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിലൂടെ ഞങ്ങളെ നീ ചേർത്ത് തരണേ റബ്ബേ. അപ്പോ ഹദായഹദിക്ക് രണ്ടർത്ഥമുണ്ട് പ്രധാനമായിട്ട്. എന്നുവെച്ചാൽ ഹദ എന്ന് വെച്ചാൽ വഴി കാട്ടിക്കൊടുക്കുക, വഴി കാണിച്ചു കൊടുക്കുന്നതിന് ഹിദായത്ത് എന്ന് പറയും. അതുപോലെ വഴിയിലേക്ക് ചേർത്തുന്നതിനും ഹിദായത്ത് എന്ന് പറയും. ഒന്ന് ഇറാഅത്തു ത്വരീഖ് എന്ന് പറയും, അഥവാ വഴി കാട്ടിക്കൊടുക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്ന അതാണ്. ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന് ഖുർആൻ അല്ലാഹു ഒരു സ്ഥലത്ത് പറഞ്ഞു. നബിയെ, അല്ലാഹു തങ്ങൾ ആ മുസ്തഖീമായ ശരിയായ ഋജുവായ മാർഗത്തിലേക്ക് വഴി കാട്ടിക്കൊടുക്കുന്നവരാണ്. അവിടെ തഹ്ദീ തങ്ങൾ വഴികാട്ടുന്നവരാണ്. അതേ ഖുർആൻ വേറെ സ്ഥലത്ത് പറയും, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ, തങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ ത്വാലിബ് അടക്കമുള്ള ഇഷ്ടപ്പെട്ടവരെ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ സന്മാർഗത്തിലേക്ക് ചേർക്കാൻ കഴിയില്ല. അവിടെ ഹിദായത്തിനർത്ഥം ചേർക്കുക എന്നാണ്, വഴിയിലേക്ക് ചേർക്കുക. ആ വഴിയിലേക്ക് ചേർക്കാൻ അള്ളാഹുവിനെ കഴിയുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി കാട്ടിക്കൊടുക്കാനേ കഴിയൂ. അപ്പൊ ഇവിടെ ഇന്നക ലാ തഹ്ദീ, തങ്ങൾക്ക് ഹിദായത്താക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ തങ്ങൾക്ക് ആ ഹിദായത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ തങ്ങളെ കൊണ്ട് കഴിയില്ല. ഞങ്ങൾക്ക് ഹിദായത്തിനെ വഴി കാട്ടിക്കൊടുക്കുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ വഴിയിലേക്ക് കൂട്ടുന്നത്, ആ ഹിദായത്ത് ആത്യന്തികമായി കൊടുക്കുന്ന ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ ഹദായഹദിക്ക് രണ്ടർത്ഥം, വഴികാട്ടി കൊടുക്കുക, വഴിയിലേക്ക് ചേർത്തി കൊടുക്കുക എന്ന് രണ്ടർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹുവിനോട് നമ്മൾ പറയാണ്, അള്ളാഹുവേ ഞങ്ങളെ നീ ചേർത്തി തരണം ആ മുസ്തഖീമായ ത്വരീഖിലേക്ക്. പിന്നെ എന്താ ഈ ഹിദായത്ത് എന്ന് പറയാൻ എന്താണ്? അതിന് വിവിധങ്ങളെ അർത്ഥങ്ങളുണ്ട്. നോക്കൂ, അപ്പൊ ഇവിടെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം പറയുമ്പോ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഉടനെ പറയാം. ഒന്നിരിക്കെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയും, ഇമ്മാലി ബയാനിൽ മഅൂനത്തിൻ മത്ലൂബത്തി ജവാബൻ ലിസുആൽ നശമിൻ ഖൗലി വഇയ്യാക നസ്തഈൻ. ഒന്നിരിക്കെ ഈ പറഞ്ഞ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ഈ ആയത്ത് രണ്ട് രീതിയിൽ പറയാം. ഒന്നിരിക്കൽ തൊട്ടും പറഞ്ഞ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്, അവിടെ നിന്ന് ഉത്ഭുതമാകുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം, ഞാൻ എങ്ങനെ നിങ്ങളെ സഹായിക്കാനാണ്, എങ്ങനെയാണ് സഹായിക്കേണ്ടെന്ന ചോദ്യത്തിന് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടിയാണ്, അള്ളാഹു ഞങ്ങളെ സഹായിക്കേണ്ടത് ഇതാണ്, ഞങ്ങൾക്ക് മാർഗദർശനം നൽകണം, ഋജുവായ മാർഗത്തിലേക്ക് മാർഗദർശനം ഞങ്ങൾ ചേർത്ത് തരണം, അവിടത്തേക്ക് ഞങ്ങൾ ആക്കിത്തരണം എന്നാണ് നിന്റെ സഹായം വേണ്ടത് എന്ന രീതിയിൽ എന്താ അതിന്റെ ആ ഒരു അവിടുന്ന് ഉത്ഭൂതമായ ചോദ്യത്തിന്റെ ഭാഗമായി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം വെക്കാം. അല്ല, ശരിക്കും പറഞ്ഞാൽ അത് തലബൻ ഇഫ്രാദിൻ മാഹു അഹമ്മുൽ മത്താലിബ്, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാകുന്ന ആ ലക്ഷ്യത്തെ ചോദിക്കലാണ് അവിടെ. അത് ആ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിനെ മേലെ പറഞ്ഞ ഇയ്യാക നസ്തഈനിന്റെ ഭാഗമായിട്ടുള്ളതല്ല, പരിപൂർണമായിട്ടും വേറിട്ട ഏറ്റവും വലിയൊരു ദുആ ആണ്. അതാണ് പ്രധാനപ്പെട്ട തഫ്സീറും. ഈ സൂറത്തുൽ ഫാത്തിഹ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ദുആ തനിച്ച വേറിട്ടൊരു ദുആ ആണ്. ആ ദുആ നിർവഹിക്കാൻ വേണ്ടിയാണ് ഫാത്തിഹയിൽ ഇതുവരെ പറഞ്ഞ എല്ലാം പറഞ്ഞത്. ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ദുആ, ആ ചോദ്യം മുന്നിൽ വെക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനെ കുറെ പുകഴ്ത്തി പറഞ്ഞു. ആ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ അടിമത്തം നമ്മൾ തുറന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് ഏറ്റവും പരമപ്രധാനമായ ആ തേട്ടം, അതേതാണ്? വഹുവൽ ഹിദായത്ത്, സന്മാർഗ ദർശനം കിട്ടുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് ചേർക്കുന്ന, അള്ളാഹുവിലേക്ക് ചേർക്കുന്ന, അള്ളാഹുവിന് തൃപ്തി കിട്ടാൻ കാരണമാകുന്ന ഋജുവായ മാർഗം, ആ വഴിയിലെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞത്. അപ്പൊ നേരെ ഹിദായത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? റാഗിബ് എന്നൊരു പറയാൻ ഹിദായത്തു അദ്ദലാലത്തു ബിലുതുഫ്, മയത്തോടുകൂടെ മൃദുലമായി ഒരു കാര്യത്തെ അറിയിച്ചു കൊടുക്കുന്നതിനാണ് ഹിദായത്ത് എന്ന് പറയുക. കാരുണ്യത്തോടുകൂടെ മൃദുലമായി
ഒരു കാര്യത്തിനെ അറിയിച്ചു കൊടുക്കുന്നതിനാണ് ശരിക്കും ഹിദായത്ത് എന്ന വാക്ക് അറബി പറയുക. പാഠത്തിന് പിന്നെ പറയാം ഹിദായത്ത്, പിന്നെ അറബി ഗ്രാമർ അറിയുന്നവർക്ക് അറിയാം ഹിദായത്ത്, പിന്നെ ഹിദായത്ത് എന്നതിന്റെ ഒബ്ജക്റ്റിലേക്ക്, എന്റെ മഫൂലിലേക്ക് നേരെ തന്നെ വിട്ടുകിടക്കും. ഇവിടിപ്പോ അങ്ങനെ യഹ്ദിന സിറാത്ത് എന്ന് പറഞ്ഞ യഹ്ദിന അള്ളാഹു ഞങ്ങളെ നീ ഹിദായത്തിലാക്കണേ. അപ്പോ ഇഹ്ദി അള്ളാഹു നീ ഹിദായത്തിലാക്ക് ആരെ ഞങ്ങളെ. അപ്പൊ ഇഹ്ദി എന്നതിന്റെ ഒന്നാമത്തെ മഫൂലാണ് രണ്ടാം മഫൂലാണ് സിറാത്ത്. അങ്ങനെ വന്നു. എന്നാൽ ചില സ്ഥലത്ത് എന്ത് ചെയ്യുക, ലാമ് കൊണ്ട് വിട്ടുകിടക്കും. അതാ ഖുർആൻ വന്നു യഹ്ദിലില്ലത്തി ഹിയ അഖ്വ. അവിടെ യഹ്ദി കേസം അതിന്റെ മഫ്ഊലില് ലാം വരുന്നുണ്ട്. യഹ്ദിലില്ലത്തി അവിടെ ഹദാ വിട്ടുകിടന്ന് ലാം എന്ന ഹർഫോട് കൂടെയാണ്. ചിലയിടത്ത് വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം അവിടെ ഹിദായത്തിന്റെ മഫ്ഊലില് സിറാത്തിനടുത്ത് ഇലാ സിറാത്ത് ഇല വന്നു, അല്ലെങ്കിൽ ഇല കൊണ്ടാ വിട്ടുകിടന്ന്. അതൊക്കെ പിന്നെ അറബി ഗ്രാമർ അറിയുന്ന ആൾക്കാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ മൃദുലമായി മയത്തോടുകൂടെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നതിനാണ്, ദർശനം നൽകുന്നതിനാണ് ഹിദായത്ത് എന്ന് പറയുക. എന്നാ ഇവിടെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിന്റെ ഉദ്ദേശം എന്താണ്? ഇത് മുഅ്മിനീൻ വിശ്വാസികളുടെ ഭാഗത്തുള്ള ദുആ ആണ്. മാ കൗനിഹിം അല ഹിദായ, എന്നാൽ വിശ്വാസികളാണെങ്കിൽ ഓൾറെഡി എന്ത് ചെയ്യുക, ഹിദായത്ത് കിട്ടിയവരുമാണ്. സന്മാർഗം കിട്ടിയ മുഅ്മിനീങ്ങളാ ദുആ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഈ മുഅ്മിനീങ്ങളുടെ ദുആന് താല്പര്യം എന്താ? അത് സുആലു തസ്ബീത് വ തലബുൽ മസീദിൽ ഹിദായ. ഹിദായത്ത് ഓൾറെഡി കിട്ടിയവരായ വിശ്വാസികൾ പിന്നെ വീണ്ടും ഹിദായത്ത് ചോദിക്കാൻ താല്പര്യം എന്താ? അതിന് താല്പര്യം ഇതാണ്, ആ കിട്ടി ഹിദായത്ത് അള്ളാഹു നീ ഉറപ്പിച്ചു നിർത്തണേ, അള്ളാഹുവെ നീ ഉറപ്പിച്ചു നിർത്തണേ, അല്ലെങ്കിൽ ആ ഹിദായത്ത് വർദ്ധിപ്പിച്ചു തരണേ എന്നർത്ഥം. കാരണം എന്താ, ഹിദായത്ത് എന്ന് പറഞ്ഞാൽ കേവലം ഒരു സാധനമല്ല, അതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ പക്കം എന്നുള്ള ഈ ലുത്ഫും കാരുണ്യവും ഹിദായത്തും അതൊരിക്കലും അറ്റമാകുന്നതല്ല, മുറിഞ്ഞു പോകുന്നതല്ല, അതിങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ട് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗ ദർശനം അതിങ്ങനെ എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ്, അതിങ്ങനെ വർദ്ധിക്കുന്നതാണ്. അപ്പൊ ആ വർധനവിനെയാണ് ഓരോ വിശ്വാസിയും ദിവസം 17 തവണ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ അവിടെ ചർച്ച ഹിദായത്തുല്ലാഹി തആല തതനവ്വു അൻവാഅൻ ലാ യുഹ്സിഹാ അദ്ദുൻ. അപ്പൊ അള്ളാഹുവിന്റെ ഹിദായത്ത്, അള്ളാഹുവിന്റെ സന്മാർഗ ദർശനം എന്നുള്ളത് അത് പല ഇനങ്ങളുണ്ട്. അത് മൊത്തം എത്ര നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വെക്കുന്ന ഹിദായത്ത്, സന്മാർഗ ദർശനം, അത് എത്ര ഇനമുണ്ടെന്ന് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ വലാകിൻ തൻഹസ്റു ഫി അജ്നാസിൻ മുതറത്തബ, പക്ഷേ അത് നമുക്ക് വർഗീകരിക്കാൻ പറ്റും. അതിന് ഓർഡറിൽ വരുന്ന ചില വർഗങ്ങളായി ഇന്ന ക്ലാസ് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. എത്രയെല്ലാം ഇനങ്ങളുണ്ടെന്ന് പറയാൻ കഴിയില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത്, സന്മാർഗ ദർശനം അതിങ്ങനെ പല തട്ടിലായിട്ട്, പല ജിൻസിലായി, പല വർഗത്തിലായിട്ട് നമുക്ക് വർഗീകരിക്കാൻ പറ്റും. ഏതൊക്കെയാണ് ഒന്ന് മനസ്സിലാക്കണം. അൽ-അവ്വൽ, ഒന്നാമത്തെ അള്ളാഹുവിന്റെ പക്കൽ ഒന്നാമത്തെ ഹിദായത്ത് ഇഫാദത്തുൽ ഖുവല്ലതി ബിഹാ യതമക്കനുൽ മർഉ മിനൽ ഇഹ്ദാഇ ഇലാ മസാലിഹിഹി. ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും നല്ല കാര്യങ്ങൾ ഏതോ ആ നല്ല കാര്യങ്ങളിലേക്ക് അറിയാനുള്ള കഴിവിനെ കൊടുക്കലാണ്. ഒരു മനുഷ്യന് അവൻ ഏറ്റവും നല്ലതായ കാര്യം ഏതാണോ ആ നല്ല കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ്, ശേഷി കൊടുക്കലാണ്. ഏതുപോലെ ബുദ്ധിപരമായ കഴിവ്, അതുപോലെ ഹവാസിൽ ബാത്തിന ആന്തരിക ഇന്ദ്രിയങ്ങള്, വൽ മശാഇറു ളാഹിറ ബാഹ്യ ഇന്ദ്രിയങ്ങള്. ഇതൊക്കെ ഒരു മനുഷ്യന്, ബുദ്ധിയുള്ള ഒരു മനുഷ്യന് അവന് കാര്യങ്ങളെ ശരിയാമിതം അറിയാൻ അവൻ ഏറ്റവും നല്ലത് ഏതാണോ, അവൻ ഏറ്റവും പറ്റുന്നത് ഏതാണോ, അവൻ എന്തിനാണ് അനുവർത്തിക്കേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കാൻ അവന് ഉപയുക്തമാകുന്ന, അവനെ പ്രാപ്തനാക്കുന്ന അവന്റെ ആയുധങ്ങളാണ്, അല്ലെ അവനുള്ള കഴിവുകളാണ് അവന്റെ ബുദ്ധി, അവന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ കഴിവ്, അവന്റെ ഉള്ളിലെ ആന്തരികമായ ഇന്ദ്രിയങ്ങളുടെ കഴിവ്. ഇതൊക്കെ അള്ളാഹു തആല കൊടുക്കുന്നതാണ്. അപ്പൊ ഇതൊരു തരം ഹിദായത്താണ്. ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സന്മാർഗ ദർശനം കിട്ടും. അടിസ്ഥാനപരമായി ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു ഏതൊരാൾ കൊടുക്കുന്നതാണ് ഈ ബുദ്ധിയും അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളുടെ കഴിവും, എല്ലാ കഴിവും. അപ്പൊ ഇതിലൂടെ തന്നെ ഒരാൾക്ക് സന്മാർഗ ദർശനം കിട്ടാം, സന്മാർഗ ദർശനം ലഭിക്കാം. ഇത് ഒന്നാമത്തെ ഹിദായത്താണ്, ഇത് ആദ്യം കിട്ടുന്ന ഹിദായത്താണ്. പിന്നെ രണ്ടാമത്തെ ഹിദായത്തുണ്ട്. ഇനി അങ്ങനെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, പഞ്ചേന്ദ്രിയത്തിന്റെ കഴിവ് എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ അതുകൂടെ ഹിദായത്ത് കിട്ടുന്നില്ലെങ്കിൽ രണ്ടാമത്തെ വേറൊരു ഹിദായത്ത് അസാനി, രണ്ടാമത്തെ ഹിദായത്ത് നസ്ബു ദലായിൽ അഖ്ലിയ അൽ ഫാരിഖത്തി ബൈനൽ ഹഖ് വൽ ബാത്തിൽ വസ്സലാഹി വൽ ഫസാദ്, അഥവാ ദൃഷ്ടാന്തങ്ങൾ നിലനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സന്മാർഗം ലഭിക്കാൻ ആവശ്യമായ ദൃഷ്ടാന്തങ്ങൾ ഈ ലോകത്ത് അല്ലാഹു തആല സ്ഥാപിക്കുന്നുണ്ട്. നസ്ബു ദലായിൽ, പ്രൂഫ്സ്, ദൃഷ്ടാന്തങ്ങൾ, ബുദ്ധിപരമായ ദൃഷ്ടാന്തങ്ങൾ,
അൽ ഫാരിഖത്ത് ബൈനൽ ഹഖ് വൽ ബാത്തിലി, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വേർതിരിക്കുന്ന, അതുപോലെ നന്മയുടെയും തിന്മയുടെ ഇടയിൽ വേർതിരിക്കുന്ന, സത്യം ഏതാണ് അസത്യം ഏതാണ് തിരിച്ചറിയാൻ കഴിയുന്ന, അല്ലെങ്കിൽ നന്മ ഏതാണ് തിന്മ ഏതാണ് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ അള്ളാഹുത്തെ ലോകത്ത് വെച്ചിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളുടെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയും? അവൻ ഏതാണ് നല്ലത് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ ലോകത്തുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഈ പ്രപഞ്ചത്തിൽ വെച്ച ഏതൊരു സൂക്ഷ്മ കണിക പോലും ശരിക്കും പറഞ്ഞാൽ അള്ളാഹ് സാനിയായ റബ്ബാകുന്ന ഖാലിഖാകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാനുള്ള ദൃഷ്ടാന്തങ്ങളാണ്. സൂര്യനും ചന്ദ്രനും ആകാശഗോളങ്ങളും മാത്രമല്ല, ഏത് ചെറിയ കണിക പോലും. മഹാന്മാര് പറഞ്ഞു, ഒരൊട്ടകത്തിന്റെ കാഷ്ടം പോലും, ഒരാടിന്റെ കാഷ്ടം പോലും അത് സാനിയായ റബ്ബിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ അസ്തിത്വത്തിനെ അറിയിക്കുന്നതാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ തൗഹീദിനെ മേൽ അറിയിക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൂക്ഷ്മമായ കാര്യങ്ങളും. അല്ലേ? പഠനം കൂടുന്ന അനുസരിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സൂക്ഷ്മാണുവാകുന്ന, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കണിയാകുന്ന ആറ്റത്തിൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ വെച്ചിരിക്കുന്ന ഏറ്റവും അത്ഭുതകരമായ അവന്റെ പ്ലാനിങ്, അള്ളാഹുവിന്റെ ആസൂത്രണം, റബ്ബ് സുബ്ഹാനഹു വ തആലന്റെ തർത്തീബാത്തുകൾ അത് കണ്ട് മനസ്സിലാക്കിയാൽ ഏതൊരാൾക്കാണ് അള്ളാഹുവിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയുക? അങ്ങനെ ഒരു ഖാദിറായ റബ്ബുണ്ടെന്ന് മനസ്സിലാക്കാതിരിക്കാൻ ഏതൊരാൾക്കാണ് കഴിയുക? ഒരിക്കലും കഴിയില്ല. അങ്ങനെ അള്ളാഹു ദൃഷ്ടാന്തങ്ങളിലൂടെ, ആ ദൃഷ്ടാന്തങ്ങൾ പെട്ടതാണ് ഭൂമിയും ഗോളങ്ങളും എല്ലാം, ആ ദൃഷ്ടാന്തങ്ങളിലൂടെ മനുഷ്യന് സന്മാർഗ ദർശനം കിട്ടാം. അങ്ങനെയും എന്താണ് ഹിദായത്ത് ഉണ്ടാകാറുണ്ട്. മൂന്നാമത്തതാണ് അസാലിസു, അപശബ്ദം വരുന്നു സാർ. അപശബ്ദം വരുന്നു. ആരും മ്യൂട്ടാക്കി. എല്ലാരും മ്യൂട്ടാക്ക്. ഉസ്താദ് മാത്രം തുറന്നാ മതി. എല്ലാരും മ്യൂട്ടാക്കൂ. മൂന്നാമത്തെ ഹിദായത്ത് അൽ ഹിദായത്ത് ബി ഇർസാൽ റുസ്ലി വ ഇൻസാൽ കുതുബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും യോഗ്യരായ മനുഷ്യന്മാരെ പ്രവാചകന്മാരായി പറഞ്ഞയച്ചുകൊണ്ട്, അതുപോലെ അവർക്ക് ഗ്രന്ഥങ്ങളെ കൊടുത്തുകൊണ്ട് അല്ലാഹു തആല ഹിദായത്ത് സന്മാർഗദർശനം നൽകും. അങ്ങനെയാണ് ലോകത്ത് 1,24,000 പ്രവാചകന്മാർ വന്നത്. അവർക്ക് 104 ഗ്രന്ഥങ്ങൾ നൽകിയത്. അപ്പൊ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു കൊടുക്കുന്ന മൂന്നാമത്തെ തരത്തിലെ ഹിദായത്താണ് അള്ളാഹു തആല അവനെ പരിചയപ്പെടുത്താൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചുകൊണ്ട് ഗ്രന്ഥങ്ങളെ നൽകിക്കൊണ്ട് അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കും. ഇത് മൂന്നാം ഘട്ടത്തിലുള്ള ഹിദായത്താണ്. ഇനി അറാബിയു നാലാമത്തെ ഘട്ടം. നാലാമത്തെ ഹിദായത്ത് അതെ, അള്ളാഹു വെളിപ്പെടുത്തലാണ് ആ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സറായിറ, രഹസ്യങ്ങളെ, ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ അള്ളാഹു തആല മനുഷ്യ ഹൃദയങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. മാത്രമല്ല വയുരീഹിമുൽ അശിയാ കമാഹിയ, വസ്തുക്കൾ എന്താണോ, ലോകത്തുള്ള പ്രപഞ്ചത്തിലെ വസ്തുക്കൾ എന്താണോ, അതിന്റെ യാഥാർത്ഥ്യം എന്താണോ, ആ യാഥാർത്ഥ്യം അള്ളാഹു അവരെ കാണിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഏതുപോലെ ബിൽ വഹിയിലൂടെ അല്ലെങ്കിൽ അബിൽ ഇൽഹാമിലൂടെ, അതുപോലെ വൽ മനാമാത്തി സ്വാദിഖ, സത്യമായി പുലരുന്ന സ്വപ്നങ്ങളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല, ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളാകുന്ന മനുഷ്യർക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു തആല കാര്യങ്ങളെ യാഥാർത്ഥ്യം എന്താണോ, വസ്തുതകളുടെ യാഥാർത്ഥ്യം എന്താണോ, ആ യാഥാർത്ഥ്യത്തെ അല്ലാഹു തആല കാണിപ്പിച്ചു കൊടുക്കും. അവരുടെ ഖൽബിന് അല്ലാഹു കാഴ്ച കൊടുക്കും എന്നർത്ഥം. അത് അമ്പിയാക്കന്മാർക്ക് വഹി കിട്ടും, അതിന്റെ ഭാഗമാണ്. ഔലിയാക്കന്മാർക്ക് ഇൽഹാം കിട്ടും, അതിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകൽ അതിന്റെ ഭാഗമാണ്. ഇങ്ങനെ കാര്യങ്ങളെ ശരിക്കും അല്ലാഹു തആല ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഹിദായത്ത് അത് ഉന്നതമായ ഹിദായത്താണ്. നാലാം തരത്തിലുള്ള ഹിദായത്താണ് അതാ വഹാദ, ഇപ്പറഞ്ഞ ഇനം നാലാമത്തെ ഇനം ഹിദായത്ത് ഖിസ്മുൻ, ഒരു പ്രത്യേക ഇനം ഹിദായത്താണ്. യഖ്തസ്സു ബിനൈലിഹി, അത് ലഭിക്കൽ കൊണ്ട് പ്രത്യേകക്കാരാകും. അൽ അംബിയാഉ വൽ ഔലിയാഉ, അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്ക് കിട്ടുന്ന ഹിദായത്താണ് ഈ ഹിദായത്ത്. എല്ലാവർക്കും യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല. ലോകത്തിന്റെ രഹസ്യങ്ങളെ അറിയാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. അത് അമ്പിയാക്കന്മാർക്ക് ഔലിയാക്കന്മാർക്ക് കിട്ടുന്ന വലിയ കിട്ടലാണ്. അപ്പോ ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഹിദായത്തിനെ പല നിലയ്ക്ക് വെച്ചിട്ടുണ്ട്. ഓരോ മർത്തബ അനുസരിച്ച് ഇങ്ങനെ ഹിദായത്ത് കയറി വരും. അപ്പൊ ഇവിടെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ചോദിക്കുന്നവർ എന്താ ചോദിക്കുന്നത്? അതാ ഫൽ മത്ലൂബി ഖൗലി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ സിറാത്തുൽ മുസ്തഖീമിനെ ചേർത്തരണേ എന്ന് ചോദിക്കുമ്പോ അവിടെ ഉദ്ദേശിക്കുന്നത് ഇമ്മാ സിയാദത്തു മാ മനഹു മിനൽ ഹുദാ, അവർക്ക് നൽകിയ ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അബിസ്സുബാത്തു അലൈഹി, അതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ്. ഔ ഹുസൂലുൽ മറാത്തിബിൽ മുറത്തബത്തി അലൈഹി, അല്ലെങ്കിൽ എന്റെ ഉദ്ദേശം എന്താണ്? അല്ലാഹു ഹിദായത്തിന്റെ അടുത്ത മർത്തബയിലേക്ക്,
ഹിദായത്തിന്റെ സന്മാർഗദർശനത്തിന്റെ അടുത്ത സ്ഥാനത്തേക്ക് ലഭിക്കാൻ എന്നെ കടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഹിദായത്ത് തന്നെ അതിന് ഡിഗ്രി കൂടി കൂടി വരും. അതാ ഹിദായത്തി. അതെ, ഈ ഹിദായത്തിന്റെ വഴിയിലേക്ക്, ഹിദായത്തിന്റെ ചില ജിൻസുകളിലേക്ക് പ്രവേശനം ലഭിച്ചാൽ, ആ പ്രവേശനം ലഭിച്ചാൽ ഇമ്മായത്തിലുപമായ യസീദു അലൈഹിം ബഖിയത്തുൽ അജ്നാസ്, അയാൾക്ക് മറ്റ് ജിൻസുകളിലേക്ക്, ഹിദായത്തിന്റെ മറ്റ് ജിൻസുകളിലേക്ക് കൂടി വർധനവ് കിട്ടാൻ വേണ്ടി ആവശ്യപ്പെടലാണ് ഇവിടെ. അല്ലെങ്കിൽ ആ കിട്ടിയത് തന്നെ സ്ഥിരപ്പെടാൻ വേണ്ടിയുള്ള ആവശ്യപ്പെടലാണ്. അല്ലെങ്കിൽ ആ കിട്ടിയതിൽ തന്നെ സ്ഥാന വ്യത്യാസങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടലാണ്. അതാ ഫൈനലി കുല്ലി ജിൻസിൻ മിൻ അജ്നാസിൽ ഹിദായത്തി മറാത്തിബ മുറത്തബ. ഹിദായത്തിന്റെ തന്നെ ഓരോ ക്ലാസ്സിനും, നമ്മളിപ്പോ 4 ക്ലാസ് പറഞ്ഞു, ഈ ഹിദായത്തിന്റെ ഓരോ ക്ലാസ്സിനും തന്നെ വിവിധങ്ങളായ തെറ്റുകളുണ്ട്, വിവിധങ്ങളായ മർത്തബകളുണ്ട്. അതാ നമുക്കറിയാലോ. നമ്മൾ ഒന്നാമത് പറഞ്ഞ എന്താണ്? ബുദ്ധിപരമായ, അതുപോലെ പഞ്ചേന്ദ്രിയങ്ങളെ കഴിവ്. ഫൈനൽ ഖുവ്വത്തുൽ അഖ്ലിയത മസലൻ തതമാഫതു ശിദ്ദതൻ വദുഅഫ. ഉദാഹരണം പറഞ്ഞാൽ ബുദ്ധിപരമായ കഴിവ്, ചില ആൾക്കാർക്ക് നല്ല ബുദ്ധി ഉണ്ടാവും, ചില ആൾക്കാർക്ക് ദുർബല ബുദ്ധിയാണ്. അപ്പൊ ഇങ്ങനെ ബുദ്ധി എല്ലാം എന്താണ്? ഏറിയും കുറഞ്ഞു ഇരിക്കും. അതുപോലെ ഒരു വിഷയങ്ങളെ പ്രൂഫിലൂടെ മനസ്സിലാക്കുന്ന ആൾ, ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കുന്ന ആൾ, ആ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുന്ന ദൃഷ്ടാന്തം ശക്തമാകാം, ദുർബലമാകാം. അല്ലെങ്കിൽ ആ മനസ്സിലാക്കൽ എന്താണ്? ശക്തമായി മനസ്സിലാകുന്നവരുണ്ട്, ദുർബലമായി ബോധ്യപ്പെടുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ അവിടെ തന്നെ ഈ പറഞ്ഞ ഹിദായത്തിന്റെ ജിൻസ് തന്നെ, ക്ലാസ് തന്നെ ഏറ്റ വ്യത്യാസം വരാം. അതുപോലെ അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞ മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ, പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ ഹിദായത്ത് കിട്ടുന്ന ആൾക്കാർ, അവിടെയും തന്നെ ഏറ്റ വ്യത്യാസം ഉണ്ടാകാം. പ്രവാചകന്മാരുടെ വാക്കുകളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കുന്ന ഹിദായത്ത് അത് തന്നെ പലർക്കും പല രീതിയിലാണ് അനുഭവപ്പെടുക. പ്രത്യേകിച്ച് ലാസിയമ അൽ ജിൻസ് റാബി, 4ാമത് പറഞ്ഞ ഇനം, അതായത് അല്ലാഹു തആല കാര്യങ്ങളെ യഥാവിധി അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നവർ, അങ്ങനത്തെ ആൾക്കാർ. അവിടെ ആ 4ാമത്തെ ഇനത്തിൽ പല മർത്തബകളുണ്ട്, പറയാൻ കഴിയാത്ത, വിശദീകരിക്കാനാകാത്ത ധാരാളം മർത്തബകൾ. അതാ അവിടെ മഹാന്മാരായ സൂഫിവര്യന്മാരായ മഹാന്മാർ ആ ലോകത്ത്, അഥവാ അല്ലാഹു തആല കശ്ഫ് കൊടുക്കുന്ന, സറായികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആ ഹിദായത്തിന്റെ അവസാന ഘട്ടത്തിൽ പല സ്ഥാനങ്ങളും ധാരാളം മർത്തബകൾ ഉണ്ടെന്ന് മഹാന്മാര്, മുത്തസവ്വിഫത്തായ സൂഫിയാക്കളായ മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. അതാ നമ്മൾ സാധാരണ ഹിയ മർത്തബത്തുൽ മുകാശഫ എന്ന മർത്തബ, തുമ്മൽ മുഷാഹദ എന്ന മർത്തബ, തുമ്മൽ മുആയന എന്ന മർത്തബ. ഇങ്ങനെ പല മർത്തബകളുണ്ട്. ഔലിയാക്കന്മാരെ ലോകത്ത് പല മർത്തബകളുണ്ട്. തുമ്മ മറാത്തിബ് ഉഖ്റാ മിനൽ ഇത്തിസാൽ വൽ ഇൻഫിസാൽ വൽ ഫനാ വൽ ബഖാ, ഇങ്ങനെ തുടങ്ങി ധാരാളം മർത്തബകൾ ആ ലോകത്തുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വിശ്വാസിയായ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചോദിച്ചാരോ? താക്കസത്ത് ചോദിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം പറയുമ്പോ, ഈ പറയുന്ന വിശ്വാസിയായ മനുഷ്യൻ അവന്റെ ഹിദായത്ത്, ഈ പറഞ്ഞ രീതിയിൽ ഹിദായത്തിന്റെ വർധനവ് നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഹിദായത്തിന് എന്താണ്? അള്ളാഹുവിന്റെ സന്മാർഗ ദർശനത്തിന് എന്താണ്? അവന് ഊക്ക് കിട്ടണം, വർധനവ് കിട്ടണം. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഒരു വിശ്വാസിയായ മനുഷ്യൻ ഓരോ ദിവസം കഴിയും ഈമാൻ വർദ്ധിക്കേണ്ടവനാണ്. ഈമാൻ വർദ്ധിക്കുന്നില്ലെങ്കിൽ, ഹൈറാത്തുകൾ വർദ്ധിക്കുന്നില്ലെങ്കിൽ തൗഫീഖ്, അവൻ സൗഭാഗ്യവാനല്ല. ഇന്നിനേക്കാൾ ഈമാൻ വേണം, നാളെയാകും. നാളെയേക്കാൾ ഈമാനുള്ളവനാകണം. നാളെയേക്കാൾ ആ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്ന ഹസനാത്ത് ഏറുന്നവനാകണം മറ്റന്നാളത്തെ വിശ്വാസിയ മനുഷ്യൻ. അങ്ങനെ ദിനാനുദിനം ഈമാൻ വർദ്ധിക്കുന്നവനാണ് ഖൈറായവനെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ അല്ല, ഹോസ്റ്റ് കൂട്ടിയാ പിന്നെ ഹോസ്റ്റ് വരേണ്ടി വരും. ഇപ്പൊ കുഴപ്പമില്ല. ബാക്കസാണ് കളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ പല ഹിദായത്തിന്റെ വിഷയത്തിൽ തന്നെ, ഈ സന്മാർഗദർശനത്തിന്റെ കാര്യത്തിൽ തന്നെ എന്ത് ചെയ്യുക, പല ദർജകളുണ്ട്. അപ്പൊ വിശ്വാസിയായ മനുഷ്യൻ ഇങ്ങനെ ഹിദായത്ത് ദിവസം ഇങ്ങനെ പറയുമ്പോ അവൻ ഇങ്ങനെ ഹിദായത്തിന്റെ കാര്യത്തിൽ വർധനവിനെ അള്ളാഹുവിന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹിദായത്തിന്റെ ലോകത്ത് തന്നെ ധാരാളം മർത്തബങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഇനി പറഞ്ഞു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനി എന്നല്ല പറഞ്ഞത്. നമ്മൾ സാധാരണ ഖുറൂത്തിലൊക്കെ ദ്വാരക്കുന്ന അല്ലാഹുമ്മ ഇഹ്ദിനി ഫിമൻ ഹദൈത എന്ന്. എന്നാൽ ഇവിടെ പറഞ്ഞത് ഇഹ്ദിന, ഞങ്ങളെ നീ ചേർത്ത് തരണേ റബ്ബേ, ഞങ്ങളെ നീ ചേർത്ത് തരണേ റബ്ബേ എന്നാണ്. അപ്പൊ ജമ്മാക്കാൻ, ബഹുവചനമാക്കിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. എന്താ തൊട്ടു മുമ്പ് നഅ്ബുദു വനസ്തഈൻ പറഞ്ഞതുപോലെ തന്നെ അതിനോട് യോജിച്ചുകൊണ്ട്
അള്ളാഹുവെ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ആ ഞങ്ങൾക്ക് ഞങ്ങൾ അപ്പൊ അതേ ബഹുവചന പ്രയോഗം തന്നെയാണ് ഇവിടെ നടത്തിയത്. ഞങ്ങളെ നീ ഹിദായത്തിലാക്കണേ, ഞങ്ങളെ നീ ചേർത്ത് തരണേ റബ്ബേ. എന്ന് മാത്രമല്ല ദുആ ആകുമ്പോ വലിയന്ന ദുആ മതാകാന അമ്മ കാന ഇലൽ ഇജാബത്തി അഖറബ്. എപ്പോഴും ദുആ അത് ബഹുവചനമാകുമ്പോ അത് സ്വീകരിക്കപ്പെടാൻ ഏറ്റവും അടുത്തതാണ്. അഥവാ ദുആ ഇജാബത്തിന്റെ ഏറ്റവും നല്ല എന്താണ്? ബഹുവചനമാക്കലാണ്. ജമ്മാക്കി പറയാം, ഒരു കൂട്ടമായി ചോദിക്കലാണ്. കൂട്ടമായി പറയുമ്പോഴാണ് എന്തുണ്ടാകുക? ഇജാബത്തിന് കൂടുതൽ സാധ്യതയെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ കബീർ പറഞ്ഞിട്ടുണ്ട്. ധാരാളം മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞ കാര്യം ഇൻഷാ അല്ലാഹ് വായിക്കാണ്ട് അവിടെ വിശദമായി പറയാം. അപ്പൊ ദുആന്റെ വചനം ആയതുകൊണ്ട് അവിടെ എങ്ങനെ ജംആക്കലാണ് നല്ലത്. അപ്പൊ ഇഹ്ദിനസ് സിറാത്ത് ജമ്മു സൂറത്ത് കിതാബ് കുത്തുബ്. നമ്മുടെ കിതാബ് എന്ന് ഏകവചനം, അതിന്റെ ബഹുവചനമാണ് കുത്തുബ് എന്ന് പറയുന്ന പോലെ. സിറാത്ത് എന്ന് പറയുന്ന ഏകവചനാണ്, വഴി, പാത എന്നൊക്കെയാണ്. അതിന്റെ ബഹുവചനമാണ് സുറുത്ത്. കിതാബിന്റെ ബഹുവചനം കുത്തുബ് എന്ന് പറയുന്ന പോലെ കണ്ടോ. സിറാത്ത് ത്വരീഖ് വസ്സബീൽ, ത്വരീഖ് സബീൽ എന്നൊക്കെ പറയാം, വഴി എന്നർത്ഥം. അതേ അർത്ഥമാണ് സിറാത്തിനുള്ളത്. അല്ലാഹുവേ ഈ മുസ്തഖീമായ വഴി, ചൊവ്വായ വഴി എന്നർത്ഥം. മുസ്തഖീമായ വഴി. എന്താ മുസ്തഖീം? അത് ഒരു വഴി, ഒരു വളവില്ലാത്ത, ഒരു വളവും തിരിവില്ലാത്ത നേർക്ക് നേരെയായ വഴി. ആ വഴിയിലേക്ക് ഞങ്ങൾ ചേർത്ത് തരണേ റബ്ബേ. എപ്പോഴും ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമുള്ള വഴി, ഏറ്റവും ചുരുങ്ങിയ വഴി ഏതാണ്? നേരായ വഴിയാണ്. ആ നേരായ വഴിയിലേക്ക് ഞങ്ങൾ ചേർത്ത് തരണേ റബ്ബേ എന്നാണ് ഇവിടെ പറയുന്നത്. അവരോട് ഉദ്ദേശിക്കുന്ന ഏതാണ് നേരായ വഴി? അസ്സിറാത്തുൽ മുസ്തഖീം ഹുവ ദീനുൽ ഇസ്ലാം. വേറൊന്നുമില്ല. ആ മുസ്തഖീമായ വഴി എന്നാൽ അത് ദീനുൽ ഇസ്ലാമാണ്, ഇസ്ലാം ദീനാണ്. ഇസ്ലാം ദീനാകുന്ന വഴി, ആ വഴിയിലൂടെ റബ്ബേ, ആ വഴിയിലേക്ക് ഞങ്ങൾ ചേർത്ത് തരണേ റബ്ബേ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ത്വരീഖുൽ മുസ്തഖീം അൽ മുസ്തവി, അപ്പൊ എന്താ ഇസ്ലാം ദീൻ ഇവിടെ വഴിയോട് ഉപമപ്പെടുത്താൻ കാരണം? വഴിയോട് ഉപമപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വഴി, പാത എന്ന സ്ഥാനത്താണ് ഇസ്ലാം ദീനെ കൊണ്ടുവന്നത്. അത് കാരണം എന്താ? ഏതൊരു വഴിയുടെ ലക്ഷ്യസ്ഥാനം ഏതാണോ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തലാണ്. അതുപോലെ ഇവിടെ മനുഷ്യന്റെ വിജയം അത് സൃഷ്ടാവായ അള്ളാഹുവിനെ കാണലാണ്, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടലാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഉള്ള വഴി അത് ഇസ്ലാം ദീനാകുന്ന വഴിയാണ്. അപ്പൊ ഇവിടെ ഏതൊരു വഴി ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴിയാകുന്ന പോലെ പരിശുദ്ധമായ ഇസ്ലാം ദീൻ മനുഷ്യന്റെ ജീവിത ലക്ഷ്യമാകുന്ന, മനുഷ്യന്റെ ഡെസ്റ്റിനേഷൻ ആകുന്ന അള്ളാഹുവിലേക്ക് എത്താൻ, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്താനുള്ള പാതയാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടാണ് ആ ഇസ്ലാമിനെ കുറിച്ച് മുസ്തഖീമായ വഴി എന്ന് പറയാൻ കാരണം. അപ്പോ അള്ളാഹുവേ ഞങ്ങളെ നീ ചേർത്ത് തരണേ റബ്ബേ. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ മഹരി റളിയല്ലാഹു അൻഹു ഇതിന്റെ സ്വലാത്തേക്ക് അർത്ഥം പറഞ്ഞ അർഷിദിന, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ സന്മാർഗദർശനം നൽകണമേ. വൽ മുറാദു അസ്ബാത്തു അലൈഹി, ഞങ്ങളെ നീ ചേർത്ത് തരണേ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ ആ മുസ്തഖീമായ വഴി നീ ഉറപ്പിച്ചേർത്തണേ റബ്ബേ, ആ ഹിദായത്തിന്റെ വഴി ഞങ്ങൾ നീ ഉറപ്പിച്ചേർത്തണേ റബ്ബേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് വിശ്വാസിയായ മനുഷ്യൻ ഇവിടെ തേടുകയാണ്. ഇവിടെ ഇങ്ങനെ പറയുമ്പോ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു വിശ്വാസിയായ മനുഷ്യൻ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മുസ്തഖീമായ വഴി തേടുമ്പോ അവിടെ ചില ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചില ചോദിക്കുന്ന സംശയങ്ങളുണ്ട്. അവിടെ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്റെ നേരെ വാക്കർത്ഥം എന്താണ്? അള്ളാഹുവെ ചൊവ്വായ മാർഗ്ഗം ഞങ്ങൾ ചേർത്ത് തരണേ റബ്ബേ. അവർ വിശ്വാസി ചൊവ്വായവനല്ലേ? വിശ്വാസം നിസ്കരിക്കുന്നവനാണല്ലോ. നിസ്കാരത്തിൽ അള്ളാഹു നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് സഹായം ചെയ്ത് പ്രഖ്യാപിച്ചവനാണല്ലോ. പിന്നെന്തിനാണ് വീണ്ടും ഹിദായത്തിനെ ചോദിച്ചാൽ അവിടെ ധാരാളം മറുപടി മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നിരിക്കൽ എന്താണല്ലോ അൽ മുറാദു മിൻ സിറാത്തൽ ലദീന ഫീ തഹമ്മുൽ മശാഖിൽ അദീമത്തി ലഅജ്ലി മർദാത്തില്ലാഹ്. അള്ളാഹുവേ ആ റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന വഴിയിലായിട്ട് ധാരാളം പ്രയാസങ്ങളെ, ഭാരങ്ങളെ വഹിക്കാനുള്ള പൂർവികരായ ആൾക്കാരുടെ വഴി. പൂർവികരായ മഹാന്മാരെല്ലാം ആ വഴി സ്വീകരിച്ചവരാണ്. റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ധാരാളം പ്രയാസങ്ങൾ ഏറ്റെടുത്തവരാണ്. അപ്പൊ ആ രീതിയിൽ ആ മഹാന്മാരൊക്കെ നിർവഹിച്ചതുപോലെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്ന മഹാന്മാരുടെ വഴി, ആ വഴിയിലേക്ക് ഞങ്ങൾ ചേർത്തിരണേ എന്നാണ് അർത്ഥം. ഒന്നിരിക്കും അങ്ങനെ അർത്ഥം പറയാം.
അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് പറഞ്ഞ വേറെ അൽ വജഹു സാനി ഫിൽ ജവാബി അന്നൽ ഉലമാ ബയ്യനു ഫി അന്ന ഫി കുല്ലി ഖുലഖിൻ മിനൽ അഖ്ലാഖി തുർഫി തഫരീത്ത് വഇഫ്രാത്ത്. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഏതൊരു മനുഷ്യൻ അവൻ സ്വഭാവത്തോടെ ജീവിക്കേണ്ടവനാണ്. പക്ഷെ ഏതൊരു സ്വഭാവത്തിലും, സംസ്കാരത്തിന്റെ ഏതൊരു സ്വഭാവം എടുത്താലും ആ സ്വഭാവത്തിലെല്ലാം രണ്ട് വഴി കാണാം. മാക്സിമം അങ്ങേയറ്റമുള്ള തീവ്രമായ വഴിയും അങ്ങേയറ്റത അൽ ഇഫ്രാത്ത് തഫ്രീത്ത് എന്ന് പറയും. ഇഫ്രാത്ത് എന്ന് പറഞ്ഞാൽ തഫ്രീത്ത് എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും ശ്രദ്ധിക്കാതെ ഉപേക്ഷിച്ചിടുക. ഒരു കാര്യത്തെ തീരെ എടുക്കാതെ, തീരെ പരിഗണിക്കാതെ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് കളയുക. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇഫ്രാത്ത്. ഇഫ്രാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങ് ശ്രദ്ധ കൂടിയിട്ട് അമിതമായ ശ്രദ്ധ, അതിര് കവിഞ്ഞ ശ്രദ്ധ. ഒരു വിഷയത്തെ അങ്ങ് ഇറങ്ങി തിരിച്ചിട്ട് അങ്ങേയറ്റം അത് മാത്രം ശ്രദ്ധ, അതിര് കവിഞ്ഞ ശ്രദ്ധ, ഇത് രണ്ടും ഉണ്ടാകാൻ പാടില്ല. ഏതൊരു സ്വഭാവത്തിനാണെങ്കിലും, ഏത് കാര്യം നന്മയിലാകട്ടെ തിന്മയിലാകട്ടെ. ഇപ്പൊ പുഞ്ചിരിക്കൽ അത് നല്ലതാണ്. പക്ഷേ വെറും ചിരി തന്നെ ഒരു മനുഷ്യനെ എപ്പോഴും ചിരിക്കുക പറ്റില്ല. തീരെ ചിരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം, ഏതൊരു സ്വഭാവമാണെങ്കിൽ തന്നെ അത് തീവ്രമായി അതിര് കവിയൽ മോശമാണ്. അതുപോലെ തന്നെ തീരെ അത് ചെയ്യാതിരിക്കുക, അതിനെ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചിടുക, അവഗണിക്കുക, അതും പാടില്ല. അതിന് ഇഫ്രാത്ത് തഫ്രീത്ത് എന്നാ പറയുക. അപ്പൊ ഇങ്ങനെ ഏതൊരു സ്വഭാവത്തിന്റെയും ഇങ്ങനെ അങ്ങേയറ്റമാക്കലും എന്നാൽ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കലും രണ്ടും എന്താണ്? മദ്മൂമാണ്. രണ്ടും ആക്ഷേപാർഹമായ രീതിയാണ്. ഇത് രണ്ടിന്റെയും ഇടയിൽ തവസ്സുത്ത് മധ്യമസ്ഥിതിയാണ് എപ്പോഴും വിശ്വാസിക്കേണ്ടത്. അവിടെ മുസ്തഖീമായത്തിലേക്ക് അർത്ഥം എന്താണ്? അള്ളാഹു ഞങ്ങളെ നീ മധ്യമ സമൂഹമാക്കണേ എന്നർത്ഥം. ഏതൊരു വിഷയത്തിലും അങ്ങേയറ്റം പോകാതെ, അള്ളാഹുന്റെ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ നബിയുടെ ഉമ്മത്ത് നിങ്ങൾ ആരാണ്? മധ്യമ സമൂഹമാണ്. അങ്ങേയറ്റം പോകുന്നവരുമല്ല, തീരെ അവഗണിക്കുന്നവരുമല്ല. ഇത് രണ്ടിന്റെ ഇടയിൽ കാര്യങ്ങളെ മധ്യമതയിൽ കൊണ്ടുപോകുന്നവരാണ്. അവരാണ് ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അപ്പൊ ഈ മുസ്തഖീമായ തരീഖ് എന്ന് പറഞ്ഞാൽ ഈ മധ്യമ നിലപാടാണ് എന്നർത്ഥം. അപ്പൊ ആ മധ്യമ നിലപാടിലേക്ക്, കാര്യങ്ങളിലെല്ലാം ഈ മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരാക്കണേ റബ്ബേ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. പറയാണ്. ഇനി വേറെ പറയാൻ പറ്റും, അള്ളാഹുവെ ഞങ്ങളെ ഈ മുസ്തഖീമാത്തിലേക്ക് ചേർക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരെ വഴിയിലേക്ക്. ശേഷം പറയുന്ന അങ്ങനെയാണ്, ശേഷം പറയുന്ന അത് തന്നെ പറയാനുള്ളത്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ അള്ളാഹു പറയുന്ന വഴി ഏതാണ്? മഹാന്മാരെ വഴി, തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുന്ന, അതുപോലെ തന്നെ അമ്പിയാക്കന്മാരുടെ വഴി. ആ അമ്പിയാക്കന്മാരെ വഴിയിലേക്ക് ഞങ്ങൾ നീ ചേർക്കണേ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആ വഴിയിലേക്ക് നമ്മൾ ആയിട്ടില്ലാകാൻ വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ വേറെ അഭിപ്രായം പറയാം. ഇമാം റാസി എന്ന് പറയാണ്, കാനൽ ഇൻസാനി യഖൂലു ഫി ത്വരീഖ് കസറത്തുൽ അഹ്ബാബി യജുറുനി ലിൽ ത്വരീഖ്. ഒരാൾക്ക് പറയാം, അള്ളാഹു ഞാൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ധാരാളം വഴിയിലേക്ക് ആൾക്കാർ എന്നെ കൂട്ടിക്കൊണ്ടു. എന്റെ കൂട്ടുകാർ എന്നെ പല വഴിയിലേക്ക് ക്ഷണിക്കുന്നു, എന്റെ ശത്രുക്കൾ എന്നെ മറ്റൊരു വഴിയിലേക്ക് ക്ഷണിക്കുന്നു, പിശാച് എന്നെ വേറൊരു വഴിയിലേക്ക് ക്ഷണിക്കുന്നു. ഇങ്ങനെ പല വഴികൾ കണ്ട് ഞാൻ അന്താളിക്കുകയാണ്, പരിഭ്രമിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നൊരു വഴി, ആ വഴിയിലേക്ക് റബ്ബെ നീ എന്നെ ആക്കണേ. ഏതൊരു വിശ്വാസിക്കും പറയേണ്ടതാണ്. സംഗതി ഓൾറെഡി ആ വഴിയിലാകാം, പക്ഷെ എപ്പോഴും അവന് മറ്റു പല വഴികളിൽ നിന്ന് ക്ഷണമുണ്ട്. കൂട്ടുകാരൊരു വഴിയിലേക്ക് വിളിക്കുന്നു, ശൈത്താൻ വേറൊരു വഴിയിലേക്ക് വിളിക്കുന്നു, ശത്രുക്കൾ വേറൊരു വഴിയിലേക്ക് ക്ഷണിക്കുന്നു. ഇങ്ങനെ ധാരാളം വഴികളിലേക്ക് മനുഷ്യനെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഒരു വിശ്വാസിയെ മനുഷ്യൻ എപ്പോഴും അടച്ചറബിനോട് 17 തവണ ദിവസം നിർബന്ധമായിട്ടും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അള്ളാഹുവേ ആ വഴിയിലേക്കൊന്നും പെടുത്താ, സ്വർഗത്തിലേക്കുള്ള വഴിയിൽ എന്നെ നീ ആക്കണേ റബ്ബേ, സ്വർഗത്തിലേക്കുള്ള വഴി എന്നെ നീ ആക്കണേ റബ്ബേ എന്നാണ് ആ ദുആഇന്റെ താല്പര്യം. അപ്പൊ ഇമാം റാസി റളിയല്ലാഹു തഫ്സീർ പറയുന്ന കൂട്ടത്തിൽ, തഫ്സീറിന്റെ കൂടെ സൂറത്ത് ഫാത്തിഹയുടെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം തഫ്സീർ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അതെ, ഒരു വിശ്വാസി മനുഷ്യൻ എപ്പോഴും യാത്രയാണ്. നമ്മളെന്താണ്? യാത്രയാണ്. ഈ യാത്രയുടെ ഭാഗമായി പലപ്പോഴും പലതും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അവിടെ ബഹുമാനപ്പെട്ട ഇമാം റാസി ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു തആല ഇബ്രാഹിമിന് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല നടന്നിരിക്കുന്ന അള്ളാഹുവിന്റെ കഅബയിൽ നടന്നു പോവുക. അപ്പൊ ഇതാ അറാബിനു, ഒരു അറാബി, അപരിഷ്കൃതനായ അറബി വന്നിട്ട് ഒരു ഒട്ടകപ്പുറത്തിന് ചോദിക്കുകയാണ്, യാ ഷെയ്ഖ് ഇലായി, ഓ ഷെയ്ഖ് ഇബ്രാഹിം നിങ്ങൾ എവിടെയൊക്കെ പോകുന്നതെന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ഹറമിലേക്ക്, ബൈത്തുല്ലാഹിലേക്ക് പോവുകയാണ്, അള്ളാഹിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഉടനെ അദ്ദേഹം പറഞ്ഞു, കാനക മജ്നൂൻ ലാ അറാലക മർകബ വലാ സാദൻ വസ്സഫറു തവീൽ. നിങ്ങൾ ഭ്രാന്തനാണോ? നിങ്ങൾ ഇങ്ങനെ ദീർഘമായ യാത്ര പോകുമെങ്കിൽ വാഹനം കാണുന്നില്ല, നിങ്ങൾക്ക് ആഹാര സാധനം ഇല്ല, ഈ യാത്ര എത്ര ദീർഘമേറിയ യാത്രയാണ്, എത്ര നടക്കണം നിങ്ങൾ, എത്ര സഞ്ചരിക്കണം നിങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു നടന്നു പോകാൻ. അപ്പൊ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ലീ മറാകിബ കസീറ, മോനെ
എനിക്ക് ധാരാളം വാഹനങ്ങളുണ്ട്, വലാക്കിന്നക ലാ തറാഹ, നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ കാണാത്ത ധാരാളം വാഹനം എൻ്റെ അടുക്കലുണ്ട് എന്ന് ഇബ്രാഹിം നബി റളിയല്ലാഹു മറുപടി പറഞ്ഞു. കാല, അപ്പൊ അദ്ദേഹം ചോദിച്ചു, വമാഹിയ, ഏതാണെങ്കിൽ ഞാൻ കാണാത്ത വാഹനങ്ങൾ? അപ്പൊ കാല അവിടുന്ന് പറഞ്ഞു, ഇദാ നസലത്ത് അലയ്യ ബലിയത്തും റക്കിബത്ത് മർക്കബസ് സബിരി, അതെ, എന്റെ മേൽ അള്ളാഹു ഒരു പരീക്ഷണം ഇറക്കിയാൽ, ബലായിനെ അള്ളാഹു ഇറക്കിയാൽ ഞാൻ ക്ഷമയാകുന്ന വാഹനത്തിൽ കയറും. അതുപോലെ അള്ളാഹു എനിക്ക് അനുഗ്രഹം ഇറക്കിയാൽ ഞാൻ ശുക്രാകുന്ന വാഹനത്തിൽ കയറും. റക്കിബ്തു മർക്കബ ശുക്രി, ശുക്രിന്റെ വാഹനത്തിൽ കയറും. അള്ളാഹുവിന്റെ അലംഘനീയമായ വിദ്യനിൽ വന്നാൽ റക്കിബത്തു മർക്കബ റിളാ, തൃപ്തിയാകുന്ന റിളയാകുന്ന വാഹനം ഞാൻ കയറും. ഇങ്ങനെ ധാരാളം വാഹനം എന്റെ അടുക്കലുണ്ട് മോനെ, ഇങ്ങനെ ധാരാളം വാഹനം കയറിയിട്ട് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അതുപോലെ അതുപോലെ എന്റെ ശരീരം, എന്റെ നഫ്സ് എന്നെ ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ചാൽ, ആഗ്രഹിപ്പിച്ചാൽ, അപ്പൊ ഞാൻ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കും എന്റെ ആയുസ്സിന് വളരെ ചുരുങ്ങിയതിന് ബാക്കിയുള്ളൂ, വളരെ ചുരുങ്ങിയതിന് ബാക്കിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ നഫ്സിന്റെ ഹവയ്ക്ക് നിന്നു കൊടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും. ഇങ്ങനെയാണ് എന്റെ ശൈലി എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുമ്പോ, അപ്പൊ അറാബിയ മനുഷ്യൻ പറഞ്ഞു എന്നാണ്, സിർ ബിയദിനില്ല, അള്ളാഹ് അനുമതിയോടെ നിങ്ങൾ നടന്നു സഞ്ചരിച്ചോളൂ, നിങ്ങൾ നടന്നോളൂ. അന്തറാക്കിപ്പോ, നിങ്ങളാണ് വാഹനം കയറിയാൾ, വാനർ റാജിലു, ഞാനാണ് നടന്നു പോകുന്ന ആൾ, വാഹനമില്ലാത്ത ആൾ ഞാനാണ്, വാഹനമുള്ള ആൾ നിങ്ങളാണ്, അത് നിങ്ങൾ സഞ്ചരിച്ചോളൂ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവം ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ ഉദ്ധരിക്കുകയാണ്. അപ്പൊ യാത്ര സഞ്ചാരമാണ്, ഈ സഞ്ചാരത്തിൽ പല വാഹനവും കയറേണ്ടി വരും. പക്ഷെ ആ വാഹനം സുബറിന്റെ വാഹനമാണ്, ശുക്രിന്റെ വാഹനമാണ്, റിളയുടെ വാഹനമാണ്, ഇങ്ങനെ പല വാഹനങ്ങളും കയറേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ വാഹനം കയറിയിട്ട് അവസാനം എത്തിച്ചേരേണ്ട സ്ഥലമാണ് സുഖലോക സ്വർഗം എന്നർത്ഥം. ഇനി ഇമാം റാസിറുല്ലാഹ് പറയുന്നുണ്ട്, ഇവിടെ എന്താ ഇഹ്ദിന പറയാൻ കാരണം ദുആ എപ്പോഴും അങ്ങനെ വ്യാപകമായി പറയലാണ് നല്ലത്. അതാ മഹാന്മാരായ പണ്ഡിതന്മാർ ചില ആൾക്കാർ ശിഷ്യന്മാരോട് പറയും, അവർ ഖുത്ബ ഓതിയാൽ, ഉസ്താദന്മാരെ മുമ്പിരുത്തിക്കൊണ്ട് ഖുത്ബ ഓതുമ്പോൾ റളിയല്ലാഹു അൻക ജമാഅത്തുൽ മുസ്ലിമീൻ എന്ന് പ്രയോഗിക്കാറുണ്ട്. അള്ളാഹ് താങ്കളെ തൃപ്തിപ്പെടട്ടെ, ലോക മുസ്ലിമീങ്ങളെ, മറ്റു മുസ്ലിമീങ്ങളെ അള്ളാഹ് മുസ്ലിം സംഘത്തെ തൃപ്തിപ്പെട്ടെ എന്ന് പറയും ഖുത്ബ ഓതുമ്പോ. അപ്പൊ അതിനെക്കുറിച്ച് ശിഷ്യന്മാരോട് ഉസ്താദന്മാര് പറയും, ഇന്നവൈതനി ഫീ ഖൗലിക റളിയല്ലാഹു അൻക ഫഹസൻ, മോനെ നീ ഖുത്ബയിൽ പറഞ്ഞ റളിയല്ലാഹു അൻക, അള്ളാഹു താങ്കളെ തൃപ്തിപ്പെട്ടെ എന്ന് പറഞ്ഞ ആ വാക്ക് നീ അത് കരുതി പറഞ്ഞ നല്ലത് തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വലാകിൻ ഇയ്യാക വഅൻത തൻസാനി ഫീ ഖൗലിക വഅൻ ജമാഅത്തുൽ മുസ്ലിമീൻ, നീ പിന്നെ പറഞ്ഞ വാക്കുണ്ടല്ലോ റളിയല്ലാഹു അൻ ജമാഅത്തുൽ മുസ്ലിമീൻ, മുസ്ലിം സംഘത്തിട്ട് അള്ളാഹുവിന് ഹൃദയം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ വാക്കിൽ നീ എന്നെ മറക്കാൻ പാടില്ല. കുറിച്ച് ഖാസായി പറഞ്ഞ വർത്തമാനത്തിനപ്പുറം മുസ്ലിം സംഘത്തിന് വേണ്ടി ദുആ, ജമാഅത്തിന് വേണ്ടി ദുആ, ആ ദുആയിൽ എന്നെ നീ മറക്കരുത്. കാരണം കാരണം ആദ്യം നീ പറഞ്ഞ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ആ ദുആ എനിക്ക് വേണ്ടി ഖാസായ ദുആ ആണ്, അത് സ്വീകരിക്കപ്പെടാൻ സാധ്യത കുറവാണ്. എന്നാ മുസ്ലിം ജമാഅത്തിന് വേണ്ടിയുള്ള, മുസ്ലിം ബഹുജനങ്ങൾക്ക് വേണ്ടി, മുസ്ലിം സംഘത്തിന് വേണ്ടിയുള്ള ദുആ ഉണ്ടല്ലോ, ആ ദുആ ഫലാബുദ്ധമായ മുസ്ലിമീന മയ്യസ്നിഹത്തുൽ ഇജാബ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ, മുസ്ലിങ്ങൾ മൊത്തം കൂട്ടത്തിന് വേണ്ടി ദുആ വെക്കുമ്പോ ആ കൂട്ടായ്മയിൽ ഇജാബത്ത് അർഹരുള്ള പല ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ ചില ആൾക്കാരെ അവരുടെ ദുആ സ്വീകരിക്കുമ്പോൾ എല്ലാവരും ദുആ സ്വീകരിച്ച് കിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ മുസ്ലിം സംഘത്തെ കുറിച്ച് പറയുമ്പോൾ, മൊത്തം മുസ്ലിമിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവിടെ എന്നെയും നീ ഉൾപ്പെടുത്തണമെന്ന് ഉലമായിൽ ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ എപ്പോഴും ദുആ ചെയ്യുമ്പോൾ ബഹുവചനമാക്കി മൊത്തത്തിന് വേണ്ടി ദ്വാരക്കലാ നല്ലത്. അതാ വലിഹാദ സബ്ബി, കാരണം കൊണ്ട് തന്നെയാ ഇന്ന സുന്നത്ത, നിശ്ചയമായ സുന്നത്തുള്ളത്, ഇതാ അറാദ യുദ്ക്കറ ദുആ, ഒരു ദുആ നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് വേണം? യുസല്ലി അവ്വല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം റാസി പറയാണ്, എപ്പോഴും ദുആരക്കുമ്പോൾ ദുആ നബിതങ്ങളുടെ സ്വലാത്ത് ഇല്ലണം, നബി സല്ലല്ലാഹു അലൈഹി സ്വലാത്ത് ഇല്ലണം. തുമ്മ യദ്ഉ, പിന്നെ ദുആ ചെയ്യണം. തുമ്മ യഖ്തിമുൽ കലാം ബിസ്സലാത്തി അല നബി സല്ലല്ലാഹു, പിന്നീട് ആ ദുആനെ നബിയുടെ സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയും വേണം. ആദ്യം നബിയുടെ സ്വലാത്ത് കൊണ്ട് ദുആ തുടങ്ങി സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യുന്നവന് ആ നബിതങ്ങളുടെ സ്വലാത്തിന്റെ കാര്യത്തിൽ എന്തായാലും മറുപടി കൊടുക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആന്റെ തുടക്കവും ഒടുക്കവും സ്വലാത്താണ്, അത് സ്വീകരിക്കുന്നുവെങ്കിൽ അതിനിടയിൽ എന്താണ്, നമ്മുടെ ഈ ദുആനെ അങ്ങ് സ്വീകരിച്ച് കിട്ടും. ദുആന്റെ തുടക്കവും ഒടുക്കവും സ്വലാത്ത് എന്തായാലും അല്ലാഹു സ്വീകരിക്കും. അത് രണ്ടും സ്വീകരിച്ച് അതിനിടയിലുള്ള ദുആനെ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ലല്ലോ, അള്ളാഹു സ്വീകരിച്ച് കിട്ടുമല്ലോ. അതുകൊണ്ട് അങ്ങനെയാ വേണ്ടതെന്ന്
അപ്പോ ദുആ ചെയ്യുമ്പോൾ എപ്പോഴും ജമാഅത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ദുആ അരക്കുന്നത് നല്ലതാണ്. അതാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം സല്ലല്ലാഹു പറഞ്ഞു ഉദുല്ലാഹി ബി അൽസനത്തിൻ മാ സൈതുമുഹു ബിഹാ. നബിയുടെ ഹദീസിൽ കാണാം നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് നിങ്ങൾ തെറ്റ് ചെയ്യാത്ത കുറ്റം ചെയ്യാത്ത നാവുകളെ കൊണ്ടാണ്. കുറ്റം ചെയ്യാത്ത നാവുകളെ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ അരക്കുവീൻ എന്ന് നബി സല്ലല്ലാഹു പറഞ്ഞു. ഖാലു മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞു യാ റസൂലല്ലാഹ് മല്ലനാ ബിതിൽക്കൽ അൽസിന. കുറ്റം ചെയ്യാത്ത നാവ് ഞങ്ങൾക്ക് ആർക്കാ നബി ഉണ്ടാകുക? കുറ്റം ചെയ്യാത്ത നാവ് ഞങ്ങൾക്ക് ആർക്കുണ്ടാകും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു യദൂ ബഅദുകുൽ ബഅദ് എന്ന് അതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ ചിലർക്ക് വേണ്ടി ദ്വാരക്കുക, അവരിന് വേണ്ടി ദ്വാരക്കുക. നിങ്ങളുടെ കൂടെ ചിലർക്ക് വേണ്ടി ദ്വാരക്കുക. കാലി അന്നക മാ അസൈത ബിലിസാനിഹി വഹുവ മാ അസാ ബിലിസാനിക. നിശ്ചയമായും നീ അവന്റെ നാവ് കൊണ്ട് നീ കുറ്റം ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ മാ അസാ ബിലിസാനിക നിന്റെ നാവ് കൊണ്ട് അവൻ കുറ്റം ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നിന്റെ കൂട്ടുകാരനേക്ക് വേണ്ടി ദ്വാരെന്നാൽ എന്താണ്? കുറ്റം ചെയ്യാൻ നാവുള്ള ദ്വാണ്. നിനക്ക് വേണ്ടിയ ദ്വാരുന്നത്. അവൻ ദ്വാരുന്ന അവന്റെ നാവ് കൊണ്ടാണ്. അപ്പൊ അവന്റെ നാവ് കൊണ്ട് നീ കുറ്റം ചെയ്തിട്ടില്ല. അതുപോലെ നീ അവന് വേണ്ടി ദ്വാരെന്നാൽ നീ അവന്റെ നാവ് കൊണ്ട് നീ കുറ്റം ചെയ്തിട്ടില്ല. അപ്പോ അവന് വേണ്ടി ദ്വാരക്കുന്നു. എന്താണ്? കുറ്റം ചെയ്യാത്ത നാവ്. അപ്പൊ ചുരുക്കം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ ആശയം പരസ്പരം ദുആ ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ദുആ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അവരന് വേണ്ടിയുള്ള ദുആ സ്വീകരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ദുആ ആണ് എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് കാണാം. നമ്മുടെ സമയം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ചോദിക്കാൻ സമയമില്ലല്ലോ, നിർത്താം. ربنا اغفر لنا ولوالدينا ولأساتذتنا ولمن انتفعنا بعلومهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا ولوالدينا ولأساتذتنا ولسائر من تعلقوا بنا يا خير الغافرين. آمين برحمتك يا أرحم الراحمين. بفضلك صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين. الحمد لله. السلام عليكم ورحمة الله. വലൈക്കും അസ്സലാം.